ഇന്ന് നമ്മൾ നോക്കുന്നത് CBSE 8ാം ക്ലാസ്സിലെ ഹിന്ദി ദുർവ ടെക്സ്റ്റ് ബുക്കിലെ 10ാമത്തെ പാഠം. 10ാമത്തെ പാഠത്തിൻ്റെ പേര് ബസ് കി സേർ, ബസ് യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ ആ പാഠത്തിൻ്റെ 2ാമത്തെ പാർട്ടാണ്. ഇതിനു മുമ്പുള്ള പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ അത് ആദ്യം കാണണം. गाड़ी चलाए बेगम साहिबा, कंडक्टर ने मुस्कुराकर पूछा. അപ്പോൾ ബസ് വിട്ടോട്ടെ ബീഗം സാഹിബ എന്ന് വല്യമ്മയോട് കണ്ടക്ടർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഉസ്നെ 2 ബാർ സീറ്റി ബജായി, അങ്ങനെ രണ്ട് വിസിലടിച്ചു കണ്ടക്ടർ. അപ്പോൾ ബസ് ഗരസ്തി ഹുയി ആകെ ബടി, അങ്ങനെ ബസ് മുന്നോട്ട് നീങ്ങി. വല്ലി തബ് കുച്ച് ആഖെ ഫാഡ്കർ ദേഖ് രഹി തി, കണ്ണെല്ലാം തുറന്നു നോക്കുകയാണ്, കാഴ്ചകൾ കാണുകയാണ് വല്ലി. खिड़कियों से बाहर लटक रहे पर्दे के कारण उसे बाहर का दृश्य देखने में बाधा पड़ रही थी. അപ്പോൾ ഈ ജനലിലെ, ബസ്സിൻ്റെ ജനലിലെ കർട്ടൻ കാരണം, കർട്ടൻ മറയുന്നത് കൊണ്ട് പുറത്തുള്ള ദൃശ്യങ്ങൾ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വഹ അപ്നി സീറ്റ് പർ ഖടി ഹോ ഗയി ഓർ ബാഹർ ഝാക്കനെ ലഗി. അപ്പോൾ വല്ലി ആളുടെ സീറ്റിൻ്റെ അവിടെ എണീറ്റ് നിന്നു, എന്നിട്ട് പുറത്തോട്ട് നോക്കാൻ തുടങ്ങി. ഇസ് സമയ ബസ് ഏക് നെഹർ കെ കിനാരെ കിനാരെ ജാ രഹി തി, ഒരു നദിയുടെ സൈഡിലൂടെയായിരുന്നു ബസ് പോയിക്കൊണ്ടിരുന്നത്. രാസ്ത ബഹുത് ഹി തങ് ഥ, വഴിയെന്ന് പറയുന്നത് വളരെ നാരോ ആയിരുന്നു, വളരെ ചെറുതായിരുന്നു. ഏക് ഓർ നെഹർ ഥി, ഒരു സൈഡിൽ ആ നദി പുഴയൊഴുകുന്നുണ്ട്. ഓർ ഉസ്കെ പാർ താड़ के वृक्ष, घास के मैदान, സുദൂർ പഹാഡിയ ഓർ നീല ആകാശ്, അതുപോലെ തന്നെ മറ്റ് സൈഡിൽ വൃക്ഷങ്ങളും അതുപോലെ തന്നെ പുല്ലും മലകളും നീല ആകാശമൊക്കെ വളരെ സുന്ദരമായ ഇങ്ങനെ ദൃശ്യങ്ങളെല്ലാം കണ്ടിങ്ങനെ പോവുകയാണ്. ദൂസരി ഓർ മറ്റേ വശത്ത് ഈ ഗഹരി ഖായി ഥി, ഒരു സൈഡിൽ നദി ഇങ്ങനെ പോകുന്നുണ്ട്, ഒരു ചെറിയ പുഴ പോകുന്നുണ്ട്, അരുവി പോകുന്നുണ്ട്. മറ്റേ സൈഡിൽ വളരെ താഴെ നല്ല ആഴമുള്ള ഒരു കൊക്കയാണ്. ജിസ്കെ പരെ ദൂർ ദൂർ തക് ഫൈലെ ഹുയെ ഹരേ ഭരേ ഖേത്. അപ്പോൾ അതിനപ്പുറം ഒരുപാട് ദൂരത്തോട്ട് പരന്നു കിടക്കുന്ന വളരെ മനോഹരമായ പച്ച പിടിച്ച വയലുകളെ കാണാം. ജഹാ തക് നസർ ജാത്തി ഹരിയാലി ഹി ഹരിയാലി, എത്ര ദൂരം കാണാൻ പറ്റുമോ അത് അത്രയും ദൂരം ഹരിയാലി ഹി ഹരിയാലി എന്ന് പറഞ്ഞാൽ പച്ചപ്പ് മാത്രമായിരുന്നു. യേ സബ് കിത്ന അദ്ഭുത് ഥ, ഇതെല്ലാം വളരെ അത്ഭുതമായിരിക്കുന്നു. അച്ചാനക് ഏക് ആവാസ് ആയി ഓർ വ ചോക്ക് ഗയി, പെട്ടെന്ന് തന്നെ ഒരു സൗണ്ട് വന്നു. അവളൊന്ന് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. സുനോ ബച്ചി, നോക്കൂ കുട്ടി. ഈ ആവാസ് കഹ രഹി ഥി, എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഇസ് തര ഖടി മത് രഹോ ബാഡ് ജാവോ, ഇങ്ങനെ എണീറ്റ് നിൽക്കണ്ട, നീ ഇരിക്കൂ എന്ന് വല്ലിയോട് പറയുകയാണ്. ബച്ചി എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയെയാണ് വിളിക്കുന്നതാണ് ബച്ചി. വല്ലി ബാഡ് ഗയി ഓർ ഉസ്നെ ദേഖാ കി വോ കോൻ ഥാ, വല്ലി ഇരുന്നു, എന്നിട്ട് നോക്കി ആരാണതെന്ന്. ഏക് ബഡി ഉമ്ര കാ ആദ്മി ഥാ, ഒരു വയസ്സായ ഒരു മനുഷ്യനായിരുന്നു അങ്ങനെ പറഞ്ഞത്. ജിസ്നെ ഉസിക്ക് ഭലേക്ക് ലി കഹാ ഥാ, അത് വല്ലിയുടെ നല്ലതിന് വേണ്ടിയായിരുന്നു അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ലേക്കിൻ ഉസ്കെ ഉൻ ശബ്ദോ സേ വഹ ചിढ़ ഗയി, അത് വല്ലിക്ക് ദേഷ്യം വന്നു അത് കേട്ടപ്പോൾ. യഹാ കോയി ബച്ചി നഹി ഹെ, ബച്ചി എന്ന് പറഞ്ഞാൽ ചെറിയ പെൺകുട്ടി, ഇവിടെ ഒരു ചെറിയ പെൺകുട്ടിയും ഇല്ല.
उसने कहा मैंने पूरा भाड़ा दिया है. ഞാൻ ഫുൾ ടിക്കറ്റ് എടുത്തിട്ടാണ്, ഫുൾ റേറ്റ് ചാർജ് കൊടുത്തിട്ടാണ് ഞാൻ കയറിയിരിക്കുന്നത് ബസ്സിൽ. कंडक्टर ने भी बीच में पढ़ते हुए कहा. कंडक्टर इടയിൽ കയറി പറഞ്ഞു, जी हाँ यह बड़ी बेगम साहिबा है. क्या कोई बच्चा अपना किराया अपने आप देकर शहर जा सकता है? ഏതെങ്കിലും കുട്ടിയായിരുന്നെങ്കിൽ സ്വന്തം പൈസ എല്ലാം കൊടുത്ത് പട്ടണത്തിൽ പോകാൻ ചെറിയ കുട്ടികൾക്ക് കഴിയുമായിരുന്നു. ഇത് വലിയ കുട്ടിയാണ് എന്ന് കളിയാക്കിക്കൊണ്ട് പറയാണ്, തമാശയായിട്ട് പറയുന്നു कंडक्टर. वल्ली ने आगे तरेर कर उसकी ओर देखा. എന്നിട്ട് കണ്ണ് തുറപ്പിച്ചുകൊണ്ട് കണ്ടക്ടർ നോക്കി. मैं बेगम साहिबा नहीं हूँ, समझे? अरे हाँ, तुमने अभी तक मुझे टिकट नहीं दिया है. ഞാൻ മേഡം ബേഗം സാഹിബയൊന്നുമല്ല. അതുകൂടാതെ നിങ്ങൾ എനിക്കിതുവരെ എൻ്റെ ടിക്കറ്റ് തന്നിട്ടില്ല. ഞാൻ പൈസ തന്നു, പക്ഷേ ടിക്കറ്റ് എനിക്ക് തന്നില്ല. अरे हाँ, कंडक्टर ने उसी के लहजे की नकल करते हुए कहा और सब हंसने लगे. അപ്പോൾ എന്നിട്ട് ആ കുട്ടി പറഞ്ഞ പോലെ തന്നെ അനുകരിച്ചുകൊണ്ട് കണ്ടക്ടറും പറഞ്ഞു, ആ ശരിയാണ്, ഞാൻ നിനക്ക് ടിക്കറ്റ് തന്നില്ല എന്ന്. അത് കേട്ടപ്പോൾ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. ഈസ് ഹസീമെ വല്ലി भी शामिल थी. അപ്പോൾ വല്ലിക്കും ചിരി വന്നു. कंडक्टर ने एक टिकट फाड़ा और उसे देते हुए कहा आराम से बैठो. അപ്പോൾ കണ്ടക്ടർ ഒരു ടിക്കറ്റ് കീറിക്കൊണ്ട് വല്ലിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, സൂക്ഷിച്ച് ഇരുന്നോളൂ. സീറ്റ് കെ പൈസ ദേനെ കെ ബാദ് കോയി ഖടാ ക്യോ രഹേ. സീറ്റിലിരിക്കാനുള്ള ഫുൾ ടിക്കറ്റ് എടുത്തിട്ട് എന്തിനാണ് എണീറ്റ് നിൽക്കുന്നത്? മുझे ये अच्छा लगता है വഹ ബോലി. അപ്പോൾ വല്ലി പറഞ്ഞു, എനിക്ക് എണീറ്റ് നിൽക്കുന്നതാണ് താല്പര്യം, അതെനിക്ക് ഇഷ്ടം, എനിക്കതാണ് ഇഷ്ടം. ഖടി രഹേഗി തോ ഗിർ ജാओगे. എണീറ്റ് നിന്നാൽ ചിലപ്പോൾ വീഴും. ചോട്ട് ഖാ ജാओगे, അതായത് ഇഞ്ചുറി പറ്റും, പരുക്ക് പറ്റും. ഗാഡി ജബ് एकदम മോഡ് കാട്ടേഗി യാ ഝട്ക ലഗേഗ. അപ്പോൾ പെട്ടെന്ന് വളവോ തിരിവൊക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടി ചാടും, അല്ലെങ്കിൽ വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇരിക്കാൻ പറയാണ്. തബി മേനെ തുമേ ബൈഠ്നേക്കോ കഹാ ബച്ചി. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇരിക്കാൻ പറഞ്ഞത് കുഞ്ഞ് എന്ന് പറഞ്ഞു. മേ ബച്ചി നഹീ ഹൂം തുമേ ബതാ ദിയാന. ഞാൻ ചെറിയ കുട്ടിയല്ല എന്ന് പറഞ്ഞില്ലേ, കേട്ടില്ലേ? ഉസ്നെ കൊടുക്കർ കഹാ മേ 8 സാൽ കി ഹൂം. എനിക്ക് 8 വയസ്സായി. ക്യോ നഹീ മേ ബി കേസാ ബുഡ്ഡു ഹൂം. 8 സാൽ ബാപ് രേ. അപ്പോൾ തമാശയ്ക്ക് കളിയാക്കിക്കൊണ്ട് ക്യോ നഹീ, ശരിയാണ്, ഞാൻ എത്ര ബുദ്ധുവാണ്, 8 വയസ്സായോ, ഒരുപാട് വയസ്സായല്ലോ എന്ന് തമാശയ്ക്ക് പറയുന്നു. ബസ് റുക്കി, ബസ് നിന്നു. कुछ नए मुसाफिर बस में चढ़े और कंडक्टर कुछ देर के लिए व्यस्त हो गया. അപ്പോൾ ബസ് നിന്നു. ബസ്സിലേക്ക് പുതിയ കുറച്ച് മുസാഫിർ എന്ന് പറഞ്ഞാൽ യാത്രക്കാർ കയറി. കണ്ടക്ടർ പിന്നെയും കുറച്ച് സമയത്തിന് വ്യസ്തം എന്ന് പറഞ്ഞാൽ ബിസിയായി, അവരുടെ പൈസ വാങ്ങലും കാര്യങ്ങളൊക്കെ. വല്ലി बैठ വല്ലി ഇരുന്നു. ഉസേ ഡർ ഥാ कि कहीं उसकी सीट ही न चली जाए. എന്തായിരുന്നു എന്ന് വെച്ചാൽ വേറെ ആരെങ്കിലും കയറി അവളുടെ സീറ്റ് പോയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് വല്ലിയും ഇരുന്നു. ഏക് ബഡി ഉമ്രക്ക് ഓറത്തായി. നല്ല വയസ്സുള്ള ഒരു സ്ത്രീ കയറി വന്നു. ഓർ ഉസ്കെ പാസ് बैठ गई. അപ്പോൾ വല്ലിയുടെ അടുത്ത് വന്നിരുന്നു. അക്കേലി जा रही हो बिटिया? जैसे ही बस चली उसने वल्ली से पूछा. അപ്പോൾ ബസ് സ്റ്റാർട്ടായപ്പോൾ വല്ലിയോട് അമ്മൂമ്മ ചോദിച്ചു, അക്കേലി जा रही हो बिटिया? മോളെ, നീ ഒറ്റയ്ക്കാണോ പോകുന്നത്? हाँ मैं अकेली जा रही हूँ, मेरे पास टिकट है. उसने अकड़ कर तीखा जवाब दिया. അപ്പോൾ തന്നെ ഉത്തരം പറഞ്ഞോള് വല്ലി. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, എൻ്റെ അടുത്ത് എൻ്റെ ടിക്കറ്റും ഉണ്ട്. हाँ शहर जा रही हैं, 30 पैसे का टिकट लेकर कंडक्टर ने सफाई दी. कंडक्टर പറഞ്ഞു, പട്ടണത്തിൽ പോവുകയാണ്, 30 പൈസയുടെ ടിക്കറ്റ് എടുത്ത് ഫുൾ ടിക്കറ്റ് എടുത്തിട്ടാണ് പോകുന്നത് എന്ന് കണ്ടക്ടറും പറഞ്ഞു. आप अपना काम कीजिए जी,
वल्ली ने टोका लेकिन उसकी अपनी हंसी भी छूट रही थी. അപ്പോൾ എന്നിട്ട് കണ്ടക്ടറോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ, നിങ്ങളുടെ ജോലി ചെയ്യൂ. എന്നിട്ട് അങ്ങനെ വള്ളി പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ അവൾക്ക് ചിരിയും വന്നിട്ടുണ്ടായിരുന്നു. കണ്ടക്ടർ ഭി ഖിൽഖിലാക്കർ ഹസ്നെ ലഗ. കണ്ടക്ടറും ചിരിക്കാൻ തുടങ്ങി. इतनी छोटी बच्ची के लिए घर से अकेले निकलना क्या उचित है? बुढ़िया की बकछक जारी थी. അപ്പോൾ വയസ്സായ വൃദ്ധ അവളുടെ അടുത്ത് വന്നിരുന്ന ആ അമ്മൂമ്മ പറഞ്ഞു, ഇത്രയും ചെറിയ കുട്ടി ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ശരിയാണോ? തും ജാൻതി ഹോ ഷെഹർ മേ തുമേ കഹാൻ ജാനാ ഹെ, കിസ് ഗലി മേ, കിസ് ഘർ മേ? നിനക്കറിയോ പട്ടണത്തിൽ നിനക്ക് ഏത് സ്ഥലത്താണ് പോകേണ്ടതെന്നും ഏത് ഇടവഴിയിലാണ് പോകേണ്ടതെന്നും ഏത് വീട്ടിലാണ് പോകേണ്ടതെന്നും നിനക്കറിയാമോ എന്ന് ആ മുത്തശ്ശി ചോദിച്ചു. आप मेरी चिंता ना करें, मुझे सब मालूम है. वल्ली ने पीठ मोड़ मुँह खिड़की की ओर करके बाहर झाँकते हुए कहा. അപ്പോൾ വള്ളി പറഞ്ഞു, നിങ്ങൾ എൻ്റെ ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട, എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞ് തിരിഞ്ഞ് ബസ്സിൻ്റെ ജനാലയിലൂടെ പുറത്തോട്ട് നോക്കാൻ തുടങ്ങി. യേ ഉസ്കി പെഹലി യാത്ര थी. അത് വള്ളിയുടെ ഏറ്റവും ആദ്യത്തെ യാത്രയായിരുന്നു, ബസ് യാത്രയായിരുന്നു. इस सफ़र के लिए उसने सचमुच कितनी सावधानी और कठिनाई से योजना बनाई थी. എത്ര കഷ്ടപ്പെട്ടാണ് ഈ യാത്രയ്ക്ക് വേണ്ടി അവൾ പ്ലാൻ ചെയ്തത്. इसके लिए उसे छोटी छोटी जो रोज़गारी भी हाथ लगी इकट्ठी करनी पड़ी. उसे अपनी कितनी ही इच्छाओं को दबाना पड़ा. അപ്പോൾ കുറച്ച് ചെറിയ ചെറിയ ജോലികൾ അവൾക്ക് ചെയ്യേണ്ടി വന്നു. കുറേ അവളുടെ ആഗ്രഹങ്ങളെ അവൾക്ക് വേണ്ടാന്ന് വയ്ക്കേണ്ടി വന്നു. ഒരു പൈസ കളക്ട് ചെയ്ത് വയ്ക്കേണ്ടി വന്നു. ഇച്ഛാओं को दबाना पड़ा जैसे कि मीठी गोलियाँ नहीं खरीदेगी. ഖിലോനെ. അപ്പോൾ മീഠി ഗോലിയ എന്ന് പറഞ്ഞാൽ മിഠായികളോ അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങളോ ബലൂണോ ഒന്നും വാങ്ങിച്ചില്ല. കിത്തന ബടാ സംയം ഥ. അത്ര പൈസ സൂക്ഷിച്ചു വെച്ചിട്ടാണ് അവൾ ഇതിൻ്റെ പ്ലാൻ ചെയ്തത്, ഈ പട്ടണത്തെ ബസ്സിൽ പോകാനുള്ള പൈസ ഉണ്ടാക്കിയത്. फिर विशेष रूप से उस दिन जब जेब में पैसे होते हुए भी गांव के मेले में गोल गोल घूमने वाले झूले पर बैठने को उसका कितना जी चाह रहा था. അപ്പോൾ വിശേഷിച്ചും ആ ദിവസം അവരുടെ ഗാവിലെ അവരുടെ ഗ്രാമത്തിലെ മേളയിൽ വട്ടത്തിൽ കറങ്ങുന്ന ആ ഊഞ്ഞാലിൽ അവൾക്ക് ഇരിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. എന്നിട്ടും അവൾ ഇരുന്നില്ല. ഈ ബസ് യാത്രയ്ക്ക് വേണ്ടി അവൾ പൈസ ശേഖരിച്ചു വയ്ക്കുകയായിരുന്നു. पैसों की समस्या हल हो जाने पर उसकी दूसरी समस्या यह थी कि वह माँ को बताए बिना घर से कैसे घिसके. അപ്പോൾ പൈസയുടെ കാര്യം റെഡിയായി. പക്ഷേ അത് കഴിഞ്ഞപ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് അമ്മയോട് പറയാതെ എങ്ങനെ ഒറ്റയ്ക്ക് പട്ടണത്തിൽ പോകും എന്നുള്ളതായി. ലേക്കിൻ ഇസ് ബാത് കാ ഭി ഹൽ ഭി കോയി ബഡി കഠിനായി पैदा കിയേ ബിനാ ഹി നിക്കൽ ആയ. അപ്പോൾ അതിനുള്ള ഒരു ഉപായവും ഒരുപാട് കഷ്ടപ്പാടൊന്നും ഇല്ലാതെ തന്നെ അതിനുള്ള ഒരു പോംവഴി അവൾ കണ്ടെത്തി. हर रोज़ दोपहर के खाने के बाद उसकी माँ कोई 1 बजे से 4-4:30 बजे तक सोया करती थी. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് അവളുടെ അമ്മ 1 മണി തൊട്ട് 4-4:30 വരെ കിടന്നുറങ്ങാറുണ്ട്. वली का बीच का यह समय गाँव के अंदर सैर सपाट करने में बीतता था. അപ്പോൾ ഈ സമയം വള്ളി നോർമലായിട്ട് അവളുടെ ഗ്രാമത്തിലെ പല സ്ഥലങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവൾ പോകാറുണ്ടായിരുന്നു. അങ്ങനെയാണ് അവൾ ആ സമയം ചെലവഴിച്ചിരുന്നത്. ലേക്കിൻ ആജ് വഹ് യഹ് സമയ ഗാവ് സെ ബാഹർ കി സൈർ മേ ലഗാ രഹി ഥി. അപ്പോൾ ഇന്ന് ആ സമയം, ആ അമ്മ കിടന്നുറങ്ങുന്ന സമയം ബസ്സിൽ യാത്ര ചെയ്ത് പട്ടണത്തിൽ പോകാനായിട്ട് അവൾ തിരഞ്ഞെടുക്കുകയായിരുന്നു.
അടുത്ത പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.